പാലക്കാട് നെല്ലിയമ്പതിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. കോനംപാലം തൊഴിലാളി ലയങ്ങളോട് ചേർന്നാണ് കാട്ടാന എത്തിയത്. പ്രദേശത്തെ ഫെൻസിംഗ് തകർത്താണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. അക്രമകാരിയായ കാട്ടാനയായതിനാൽ പ്രദേശത്ത് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അജിത് ബാബു ഉണ്ട് വിവരങ്ങളുമായി. അജിത്ത്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആന അക്രമാസക്തനാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയും ഫെൻസിംഗ് തകർത്തുകൊണ്ടാണ് ആന ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസം ഓറഞ്ച് ഫാമിലെത്തി നാശം വിതച്ച അതേ കാട്ടാനയാണ് വീണ്ടും ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള, അതായത് പ്രകോപനപരമായ രീതിയിൽ പെരുമാറുന്ന കാട്ടാനയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. രാത്രി കാലങ്ങളിൽ അനാവശ്യമായ ആളുകൾ പുറത്തിറങ്ങരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തിറങ്ങുന്ന സാഹചര്യം വന്നാൽ കയ്യിൽ ടോർച്ച് നിർബന്ധമായും കരുതണമെന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അക്രമകാരിയായ കാട്ടാന ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. പ്രദേശത്ത് വനംവകുപ്പും RRTയുടെ സംഘവും ആനയെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. രാത്രി മുഴുവൻ ആനയെ നിരീക്ഷിക്കാൻ ഉൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ആനയെ വനത്തിനുള്ളിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം, രാത്രിയിൽ തന്നെ കടത്തിവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ പ്രദേശത്തെ ഫെൻസിങ് തകർത്തുകൊണ്ടാണ് ആന അനൂപ് സൂചിപ്പിച്ച പോലെ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ഫെൻസിങ് തകർക്കുകയും വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ആനയെ ഇത്തരത്തിലാണ് ഈ ഉൾവനത്തിലേക്ക് കയറ്റിവിടാൻ കഴിയുക എന്നുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെ വനംവകുപ്പ് പരിശോധിക്കുകയാണ്. ഏതാണെങ്കിലും ജനങ്ങൾ ഇവിടെ പരിഭ്രാന്തിയിലാണ്. കാരണം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഈ ആന ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്.